കേരള രാഷ്ട്രീയത്തിലെ ജനകീയ മുഖം ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് വെള്ളിയാഴ്ച 2 വർഷം തികയുന്നു. നാടെങ്ങും ആ നേതാവിന്റെ സ്മരണയിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജൂലൈ 18 കരിമേഘങ്ങൾ നിഴൽ വീഴ്ത്തിയ മഴദിനത്തിൽ ഇടിമിന്നൽ പോലെ ആ വാർത്തയെത്തി. ഉമ്മൻചാണ്ടി വിട പറഞ്ഞു. പിന്നാലെ ഇടിച്ചുകുത്തി പെയ്യാൻ തുടങ്ങി കാലവർഷം. ഉമ്മൻചാണ്ടി അവശേഷിപ്പിച്ചുപോയ ശൂന്യത കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. കോൺഗ്രസിൽ കാറും കോളും ഉയരുമ്പോൾ, UDF ഒന്നുലയുമ്പോൾ ആ കപ്പിത്താനെ എല്ലാവരും ഓർക്കും. എപ്പോഴും ഊർജം പ്രസരിപ്പിക്കുന്ന പവർ ഹൗസ് എന്ന വിശേഷണം ഉമ്മൻചാണ്ടിക്ക് പണ്ടേ ചാർത്തി കിട്ടിയതാണ്. ആളും ആരവവുമാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന് എന്നും അകമ്പടി സേവിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി എന്ന പേരുപോലെ സമാനതകളില്ലാത്തതാണ് ആ ജീവിതവും. ഉമ്മൻചാണ്ടി ജനിച്ചത് തന്നെ രാഷ്ട്രീയക്കാരനാകാനാണ്. എഞ്ചിനീയർ ആകണമെന്ന മോഹം ഉള്ളിലെവിടെയോ ചെറുപ്പത്തിലുണ്ടായിരുന്നു. എന്നാൽ ജനമനസ്സുകളുടെ സ്നേഹവാത്സല്യങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടത് കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നേതാവായിരുന്നു. കുടുംബവക സ്കൂളിൽ KSUവിന്റെ സമരത്തിനിറങ്ങി കാലുമുറിഞ്ഞ് ചോരയൊലിപ്പിച്ചു തുടങ്ങിയതാണ് രാഷ്ട്രീയ ജീവിതം. വിവാദങ്ങളുടെ കൊടുങ്കാറ്റുയരുമ്പോഴും അലസമായി പാറി നടക്കുന്ന തന്റെ മുടിയിഴകൾ പോലെ അതിന്റെ പാട്ടിന് വിട്ട് അതിവേഗം ബഹുദൂരം നടന്നു നീങ്ങുന്നതാണ് ഉമ്മൻചാണ്ടി ശൈലി. നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും സാമ്പ്രദായിക രീതികളിൽ നിന്ന് വഴിമാറി നടന്നു എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മുൻഗാമികൾ വെട്ടിത്തെളിച്ച പാതകളിലൂടെയുള്ള സുഗമയാത്ര അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നില്ല. ഏതെങ്കിലും വാർപ്പു മാതൃകകൾ ജീവിതത്തിൽ പകർത്തിയിട്ടുമില്ല. ഇനി ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ അനുകരിക്കാമെന്നു മാത്രം. കേരളം ഉമ്മൻചാണ്ടിയെ ഒരേ രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കക്ഷത്തിലും കയ്യിലും എപ്പോഴും നിവേദനങ്ങളും ഫയലുകളും, പിന്നെ ഒരു പേന, ചെവിയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഫോൺ. ഈ ദൃശ്യം മലയാളിക്ക് ഏറെ സുപരിചിതം. തന്റെ കയ്യിലുള്ള ഓരോ തുണ്ടുകടലാസിലും ഒരു ജീവിതമുണ്ടെന്ന് ഉമ്മൻചാണ്ടിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫയലുകളിൽ തീരുമാനമെടുക്കാൻ ഒരിക്കലും അദ്ദേഹം വൈകിച്ചിരുന്നില്ല. പുലരുവോളം ഫയലുകൾ നോക്കി തീരുമാനമെടുക്കുമ്പോൾ അകലെ എവിടെയോ പുതിയൊരു ജീവിതത്തിന്റെ പുലരി വെളിച്ചം ഉദിച്ചിട്ടുണ്ടാകും. ഇനി കലണ്ടർ താളുകൾ എത്ര മറിഞ്ഞാലും ഉമ്മൻചാണ്ടിക്ക്, പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞിന് ജനഹൃദയങ്ങളിൽ മരണമില്ല. ന്യൂസ് ഡെസ്ക് TCV.